ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും പൗരന്മാരെ തിരികെ എത്തിക്കാൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ദൗത്യം തുടങ്ങി. ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പൗരന്മാരുമായി വിമാനം ഉടൻ തിരിക്കും. അതിനിടെ 2 വിമാനങ്ങൾ കൂടി ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഡൽഹിയിലെത്തി. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ തന്നെ താമസിക്കുകയാണ്, അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അവിടെ തന്നെ ഞങ്ങൾക്ക് സേഫ് റൂംസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡ് അലേർട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഷെൽട്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. എംബസി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജെറുസലേമിലാണ്, അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകൾ ഇല്ലായിരുന്നു. അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ആയാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്തിന് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല, വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഇപ്പോൾ ഇസ്രായേൽ എന്താണ് ആ മേഖലയിൽ ഒരു സമാധാനത്തിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന സമയമായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ സീസറൊക്കെ വരികയാണെങ്കിൽ ഈ ദൗത്യത്തിൽ ഒരു പുനരാലോചന ആവശ്യമായി വരുമോ? ഹാഷ്മി, ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചുള്ള ആശങ്ക അത് ഇന്ത്യക്കുണ്ട്, വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രാജ്യത്ത് തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇറാനിൽ നിന്ന് പൂർണ്ണമായി ഇന്ത്യൻ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങിയെത്താനാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു വിമാനം രാവിലെയോടുകൂടിയാണ് ഡൽഹിയിലെത്തിയത്. അത് ഇസ്രായേലിൽ നിന്നുള്ള വിമാനമായിരുന്നു. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിൽ നിന്ന് ഇവരെ സുരക്ഷിതമായി ജോർദാനിലേക്ക് എത്തിക്കുകയും ജോർദാനിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത്. ആ മലയാളി വിദ്യാർത്ഥി സംസാരിച്ചപ്പോൾ അവർ അറിയിച്ചത് ആ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നത് ജെറുസലേമിലാണ്. അവിടെ നിലവിൽ സാഹചര്യങ്ങൾ അത്ര രൂക്ഷമാവുന്ന അല്ലെങ്കിൽ അത്തരമൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷിത ഇടങ്ങളുണ്ട്, അവിടെയാണ് ഈ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം എംബസിയുമായി ബന്ധപ്പെടുകയും ജോർദാനിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് തിരികെ നാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം പാലം എയർബേസിൽ ഈ വ്യോമസേനയുടെ തന്നെ C-17 ഗ്ലോബ് മാസ്റ്റർ ഒരു സംഘം ഇന്ത്യക്കാരുമായി എത്തുകയുണ്ടായി. ഏതാണ്ടത് 8:45 ആ വിമാനം ഇവിടെ പാലം എയർപോർട്ടിൽ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 12ഓളം മലയാളികൾ ഉണ്ടായിരുന്നു. കാരണം നിരവധി മലയാളികൾ, ഇസ്രായേലിൽ നിന്ന് നിരവധി മലയാളികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മടങ്ങി വരാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇറാനിൽ നിന്ന് പൊതുവെ മഷ്ഹദ് വഴിയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടക്കുന്നത്. മറിച്ച് ഇസ്രായേലിലാവുമ്പോൾ ജോർദാനിലും ഈജിപ്തിലുമായാണ് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നത്. ഈ ദൗത്യം ഇപ്പോൾ വായുസേന കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ ജോർദാനിൻ്റെ റോയൽ ജോർദാനിയൻ എയർലൈൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യക്കാരെ എത്തിച്ചതെങ്കിൽ ഇപ്പോൾ വായുസേനയുടെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ C-17 ഗ്ലോബ് മാസ്റ്റർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ജോർദാനിലെയും ഈജിപ്തിലെയും ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ആദ്യ സംഘം പാലം എയർബേസിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.